ഹലോ വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണെന്നുള്ളത്. എന്നോട് കുറേ പേരിങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, രാവിലെ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ചെയ്യാവുന്ന. എന്നുവെച്ചാൽ എല്ലാവർക്കും രാവിലെ ഭയങ്കര മടിയാണല്ലോ എഴുന്നേറ്റ് വന്നാൽ ഉടനെ കുക്കിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അന്നേരം രാവിലെ കുറച്ച് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ആണെങ്കിൽ എന്നാൽ ഹെൽത്തി ആയിരിക്കണം, നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. അന്നേരം അത് നമ്മൾ എണീറ്റ് വന്നതുകൊണ്ട് കുക്കിങ്ങിലോട്ട് പോകാൻ പൊതുവേ എല്ലാവർക്കും ഒരു മടിയായിരിക്കും. നമുക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കുകയും വേണം. അന്നേരം വലിയ കുക്കിംഗ് ഒന്നും ഇല്ലാതെ അധികം കറികളൊന്നും ചെയ്യണ്ട. മറ്റുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കറികൾ ചെയ്യണം. ഇപ്പം ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, പൂരി, അങ്ങനെ പല പല ഐറ്റംസ് ആയിരിക്കുമല്ലോ. ഇടിയപ്പം, ഉപ്പുമാവ്, ഇങ്ങനെ ഓരോ ദിവസവും പല ഐറ്റംസ് ആയിരിക്കുമല്ലോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ പുട്ടും ഉപ്പുമാവും ഒക്കെ ഉള്ളൂ നമുക്ക് പഴമൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നത്, കറിയൊന്നും ഇല്ലാതെ. ബാക്കി മിക്ക ഐറ്റംസിനും നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കറിയും കൂടെ വേണം. ആ ഐറ്റം ചെയ്യുന്നതിൻ്റെ കൂടെ കറിയും കൂടെ വേണം. അന്നേരം ഇതെല്ലാം രാവിലെ ചെയ്തെടുക്കാൻ, പ്രത്യേകിച്ച് വർക്കിംഗ് ലേഡീസ് ആണെങ്കിലോ, ഇപ്പം ഈവൻ ഹൗസ് വൈഫ്സ് ആണെങ്കിൽ കൂടെയും നമുക്ക് രാവിലെ എണീറ്റ് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇന്ന് രാവിലെ. രാത്രി കിടക്കുമ്പോഴേ ഓർക്കുന്നതാണല്ലോ എല്ലാവരും, നാളെ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഉണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കുമല്ലോ എല്ലാവരും. അന്നേരം കുറച്ച് ഈസിയും പക്ഷേ വലിയ കുക്കിംഗ് ഒന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് ഒരു വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. എന്താ വെച്ചാൽ ഹെൽത്തിയാണ്, നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല, എല്ലാ ഐറ്റംസും നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. കൂട്ടത്തിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ വീഡിയോ എല്ലാവരും ഫുൾ വീഡിയോ തന്നെ വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, വീഡിയോസ് ഫ്രണ്ട്സിന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ബട്ടൺ എല്ലാവരും ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അന്നേരം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ വീഡിയോയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. കമൻറ്റ് എല്ലാവരും ചെയ്തിട്ട് പോകും, ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോളൂ. വീഡിയോസ് ഫ്രണ്ട്സിന് ഷെയർ കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയായ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്താണെന്ന് നോക്കാം. വെൽക്കം ടു മൈ കിച്ചൺ. അപ്പോൾ ഇന്നത്തെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തുടങ്ങാം. ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂണോളം ഓട്സ് ചേർത്ത് നല്ലതായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓട്സ് നല്ലതായിട്ട് വെന്ത് കിട്ടുമല്ലോ. അന്നേരം നമ്മുടെ നോർമൽ ഓട്സ്, നമ്മൾ പാലിലൊക്കെ യൂസ് ചെയ്യുന്ന ഓട്സ് തന്നെയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ ക്വാക്കർ ഓട്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് റൈസിൻസ്, ആപ്പിള്, ആൽമണ്ട്സ്, നട്ട്സ്, കാഷ്യൂ നട്ട്സ്. ഇനി അഡീഷണൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഡേറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനിത് എടുക്കുന്ന സമയത്ത് ഡേറ്റ്സ് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഡേറ്റ്സ് നല്ലതാണ്, ചെറിയ പീസായിട്ട് സീഡ് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. ഫ്രൂട്ട്സ് ആപ്പിളും ചെറിയ പഴവുമാണ് ഏറ്റവും നല്ലത്. ആ 2 ഫ്രൂട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഞാനിപ്പം അത് പാലൊന്ന് ജസ്റ്റ് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തണുക്കണ്ട, ഒരു മീഡിയം ചൂട് ആകുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം ഒന്ന് മിക്സപ്പ് ചെയ്താൽ മതി. എല്ലാം ഞാൻ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസിൻസ് ഇട്ടു, ആപ്പിൾ ചെറിയ പീസായിട്ട് സ്കിന്നോട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്, അതും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ്, ആൽമണ്ട്സ്, ഇതെല്ലാം. പാലിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഈ അഡീഷണൽ ഷുഗർ ആഡ് ചെയ്യാതിരുന്നാൽ മതി. ഫ്രൂട്ട്സിൽ ആവശ്യത്തിന് മധുരം ഉണ്ടല്ലോ. എല്ലാം ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്താൽ മതി, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ വാൾനട്ട്സ്, പിന്നെ പിസ്ത, ഇതൊക്കെ ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് പിസ്തയുടെ ഫ്ലേവർ, പിസ്ത മറ്റേ സോൾട്ടഡ് പിസ്ത അല്ലാത്തത് ആഡ് ചെയ്യാം. പിന്നെ വാൾനട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വാൾനട്ടും ആഡ് ചെയ്യാം. പിന്നെ റേസിൻസ് മാത്രം ഞാനൊന്ന് സോക്ക് ചെയ്താണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഡ്രിങ്കിങ് വാട്ടറിലൊന്ന് സോക്ക് ചെയ്തിട്ട് എടുത്ത റേസിൻസ് ആണ്. ബ്ലാക്ക് റേസിൻസ് ആണ് ഏറ്റവും
നല്ലത്. ബ്ലാക്ക് റൈസിൻസ് നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാകാനും സ്കിന്നിനും ഒക്കെ നമുക്ക്, അതായത് ഹീമോഗ്ലോബിൻ HB ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ബ്ലാക്ക് റൈസിൻസ് ഡെയിലി കഴിക്കുന്നത്, വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അന്നേരം ബ്ലാക്ക് റൈസിൻസ് ഇടാൻ എല്ലാവരും മാക്സിമം നോക്കുക. പിന്നെ ഡേറ്റ്സും നല്ലതാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ചേർത്തുള്ള ഈ ഒരു ഡ്രിങ്ക് കഴിച്ചാൽ തന്നെ ഒരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റായി. നമുക്ക് എല്ലാ ഐറ്റംസും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് ഫുഡുമാണ്. നമുക്ക് വലിയ കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ആപ്പിളും ചെറിയ പഴവുമാണ് ഏറ്റവും ബെസ്റ്റ്. വേറെ അതർ ഫ്രൂട്ട്സ്, അതിൽ പാലിൽ നമ്മൾ പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീക്ക്ലി ഒരു ട്വൈസൊക്കെ നല്ല കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീക്ക്ലി ട്വൈസൊക്കെ എടുക്കുകയാണെങ്കിൽ കുക്കിംഗ് ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. വലിയ കുക്കിംഗ് ഒന്നും ആവശ്യമില്ല. ഈ പാല് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഒരുപാട് തിക്നെസ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും എപ്പോഴും നല്ലത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വീക്ക്ലി ട്വൈസൊക്കെ എന്തായാലും ഇത് കഴിക്കുന്നത് നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും മിൽക്കും ഓട്സും ഇതെല്ലാം ചേർന്ന് എല്ലാം ഫൈബേഴ്സും മിനറൽസും വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് മീൽ എന്ന് തന്നെ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒരു കംപ്ലീറ്റ് മീലായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഒരു വീക്ക്ലി ട്വൈസ് ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാവുന്നതാണ്. കുക്കിങ്ങിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലല്ലേ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം SwapnaArun.